കിഫ്ബിയുടെ കീഴിൽ ഈ പദ്ധതി തയ്യാറാക്കിയിട്ടാണ് ഇതിപ്പോ നടക്കുന്നത്. രണ്ടാം പിണറായി സർക്കാർ വന്നപ്പോൾ ചുമതലയേറ്റവരാണ് ഞങ്ങളിൽ ഇവിടെ ഇരിക്കുന്ന 3 മന്ത്രിമാരും. മന്ത്രിസഭയിലെ ബഹുഭൂരിപക്ഷ ആളുകളും അങ്ങനെ തന്നെയാണ്. നേരത്തെ കിഫ്ബി നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളുടെ വലിയ ഗുണങ്ങൾ കണ്ടിട്ടുള്ള സമൂഹത്തിൽ കിഫ്ബിയെ തകർക്കാൻ ശ്രമിക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഞങ്ങൾ ഈ പ്രവർത്തനം ഏറ്റെടുത്തത്. എങ്കിലും കിഫ്ബിയുടെ ആ പദ്ധതിയിൽപ്പെടുത്തി ഈ പുതിയ പദ്ധതി നേരത്തെ ഉള്ളതിനകത്ത് ഉണ്ടായിരുന്ന കാര്യങ്ങൾ ആലോചിക്കുന്നത്, അതിന്റെ ഫൈനലൈസേഷനിൽ പോകുന്നത്, അങ്ങനെ ഈ പണം അനുവദിക്കുന്നത്, പുതുക്കി ഈ പണം അനുവദിക്കുന്നത്. പണം അനുവദിച്ചു എന്ന് പറഞ്ഞ് ഒരു പ്രഖ്യാപനം നടത്തി ഉദ്ഘാടനം നടത്താനല്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ രീതി എന്ന് വ്യക്തമാക്കുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് കോൺട്രാക്ട് കൊടുത്തിരിക്കുന്നു. 2 കോൺട്രാക്ടർമാരാണ് പ്രധാനമായും. അതിന്റെ ടണലാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം. നേരത്തെ ഈ രംഗത്തെ എക്സ്പെർട്ടൈസ് ഉള്ള സ്ഥാപനങ്ങളെ നോക്കി പ്രീ ക്വാളിഫൈ ചെയ്ത് ടെൻഡർ വിളിച്ച് അത് ഫൈനലൈസ് ചെയ്തിട്ടാണ്. അല്ലാതെ ഒരു തറക്കല്ലിട്ടിട്ട് പോയിട്ട് പിന്നീട് അത് നടക്കാത്ത അവസ്ഥ ഉണ്ടാവരുത് എന്നുറപ്പ് ഈ ഗവൺമെന്റിനുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിന്റെ സാമ്പത്തികമായി വരുന്ന ഇത്രയും വലിയൊരു പ്രൊജക്ട്, ഇത്രയും ഒരു സിംഗിൾ പ്രൊജക്റ്റിൽ വരുന്ന ഒരു കോസ്റ്റ് നമുക്ക് ഏറ്റെടുക്കേണ്ടി വന്നിട്ടില്ല. നാഷണൽ ഹൈവേക്ക് 6000 കോടിയോളം രൂപ സംസ്ഥാന ഗവൺമെന്റ് ചെലവാക്കുന്നത് ഒറ്റ പ്രൊജക്ടിനല്ല, കേരളത്തിലാകെ ലാൻഡ് അക്വിസിഷന് വേണ്ടി നമ്മൾ കൊടുക്കുന്നതാണ്. അത് തന്നെ ഇന്ത്യയിലെ സംസ്ഥാനങ്ങളിലാകെ നാഷണൽ ഹൈവേ വലിയ വീതിയിൽ പണിഞ്ഞു വരുമ്പോൾ അതിന് സ്ഥലമെടുക്കുന്നത് കേന്ദ്ര ഗവൺമെന്റാണ്. നിങ്ങൾക്കറിയാം, അവിടെ ടോൾ പിരിക്കുന്നുണ്ട്. കേരളത്തിൽ ഉണ്ടാകുന്ന നാഷണൽ ഹൈവേ NHAI പണിയുന്നതിന് ടോൾ പിരിക്കും. പക്ഷെ NHAI പണിയണമെങ്കിൽ കേരളത്തിൽ ഭൂമിക്ക് വില കൂടുതലാണ്. അതുകൊണ്ട് ലാൻഡ് കോസ്റ്റിന്റെ 25% സംസ്ഥാനം കൊടുത്താലേ കഴിയൂ എന്ന് പറഞ്ഞ് നിർബന്ധം പിടിച്ചു. അങ്ങനെ നിർബന്ധം പിടിച്ചപ്പോ നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും മന്ത്രിസഭയും ആലോചിച്ച് ആ പണം ഞങ്ങൾ തരാം എന്ന് പറഞ്ഞു. ആ പണം നമ്മൾ കടമെടുത്ത് കൊടുത്തതാണ്. ആ കൊടുത്ത പണം പകരം ഞങ്ങൾ കടമെടുക്കാനെങ്കിലും സമ്മതിക്കും. പണം തിരിച്ചറിയും. കാരണം കേരളം കഴിഞ്ഞാൽ എല്ലാ ഒരൊറ്റ സംസ്ഥാനത്തിനും സംസ്ഥാനം NHAIക്ക് പണം കൊടുക്കണ്ട. ഞാൻ 2 ആഴ്ച മുമ്പ് കേന്ദ്ര ധനകാര്യമന്ത്രിയെ കാണാൻ പോയി കാര്യം പറഞ്ഞിട്ടാണ്. ഞങ്ങൾക്ക് വളരെ വലിയ ബുദ്ധിമുട്ടുകളുണ്ട്. ആ പണം ഞങ്ങൾ നിങ്ങൾക്ക് NHAI കൊടുത്താണല്ലോ, അവർ ടോൾ പിരിക്കുന്നതാണല്ലോ, അതിന്റെ പങ്ക് ഞങ്ങൾ യോജിക്കുന്നില്ല. ആ പണം ഞങ്ങളെടുത്ത കടം ഞങ്ങളുടെ പരിധി കുറയ്ക്കരുത്. അതുപോലും അനുവദിച്ചിട്ടില്ല. അത് ആവശ്യപ്പെട്ടിട്ടില്ല. അത് 6000 കോടിയാണ്. ഇവിടെ കിഫ്ബി പദ്ധതി വന്നപ്പോ കിഫ്ബിയുടെ പദ്ധതി ഏറ്റവും നല്ല പദ്ധതി എന്താ? കിഫ്ബി ഒറ്റ കാര്യം ആലോചിച്ചുള്ളൂ. വളരെ നല്ലൊരു ഒരു മോഡലാണത്. നമ്മൾ വീട് വെക്കുമ്പോൾ, നിങ്ങൾ ആരെങ്കിലും വീട് വെക്കുമ്പോൾ നിങ്ങൾ പലരും ലോൺ എടുത്തിട്ടായിരിക്കും വീട് വെച്ചു. എല്ലാവരും ഒരുമിച്ച് പൈസ വെച്ചിട്ടല്ല. വണ്ടി മേടിക്കുന്ന ഒരുമിച്ച് പൈസ വെച്ചിട്ടില്ല. 50 ലക്ഷം രൂപ മുടക്കി ഒരു വീട് വെക്കുന്നു. സാമാന്യം നല്ലൊരു വീട് വെക്കുക. അതിന് 30 വർഷത്തേക്കോ 20 വർഷത്തേക്കോ ലോൺ എടുക്കും. ഓരോ മാസവും അടച്ചടച്ചു പോകും. അങ്ങനെയാണല്ലോ വീട് വെക്കുക. അതുപോലെ കിഫ്ബി എന്ന് പറഞ്ഞാൽ ആദ്യം കുറെ പണം ഒരുമിച്ച് മുടക്കി ഇത് ചെയ്യുക. അവസാനം ഈ 5, 10, 20, 30 വർഷം കൊണ്ട് പണം അടച്ച് തിരിച്ചടയ്ക്കുക. ഇതാണ് കിഫ്ബിയുടെ മോഡൽ. അല്ലാതെ 2000 കോടി ഒരുമിച്ച് സർക്കാർ സാധാരണ ചെയ്യാൻ പറ്റില്ല. സാധാരണ കലുങ്ക് പണിയുന്ന പോലെ, ഒരു പാലം പണിയുന്ന പോലെ തുരങ്കം അങ്ങനെ ഉണ്ടാക്കാൻ പറ്റുമോ? ആണ് ഇത്തരം പദ്ധതികൾ പലപ്പോഴും നടക്കാതെ പോകുന്നത്. ഒരു തുരങ്കം ഉണ്ടാക്കണമെങ്കിൽ അതിന്റെ ആകെ കോസ്റ്റ് കണക്കാക്കണം, ചെലവ് കണക്കാക്കണം. അത് പണിയുന്നതിന് പറ്റുന്ന കോൺട്രാക്ടർമാർ വേണം. അവർക്ക് ഈ പണം കൃത്യമായിട്ട് വേണമെന്ന് ഉറപ്പ് വേണം. അങ്ങനെ വലിയ പലതും നമ്മൾ നടപ്പിലാക്കി. അതുകൊണ്ടാണ് കേരളത്തിൽ ഇതുവരെ കാണാത്ത തരത്തിലുള്ള വലിയ വലിയ 500 കോടിയുടെ ആശുപത്രി, 6000 കോടി രൂപ വിഴിഞ്ഞം 2000 കോടിയേ ഉള്ളൂ. ബാക്കി മുഴുവൻ സംസ്ഥാന ഗവൺമെന്റ് മുടക്കിയത്. കേന്ദ്രത്തിൽ നിന്ന് ഒരു രൂപ പോലും വയബിലിറ്റി ഗ്യാപ്പ് പോലും കിട്ടിയിട്ടില്ല. എന്നിട്ടും 6000 കോടി രൂപ മുടക്കി ആ തുറമുഖത്ത് ഏറ്റവും കൂടുതൽ ലോകത്തെ ഏറ്റവും വലിയ ഇപ്പൊ തന്നെ അവിടുത്തെ ഏറ്റവും വലിയ 10ഓ 20ഓ തുറമുഖങ്ങളിൽ ഒന്നാണെന്നാണ് കണക്ക്. സൈസ് 3 ലക്ഷം ടണ്ണ് കേവുഭാരമുള്ള കപ്പൽ അവിടെ എടുക്കും. 3 ലക്ഷം ടണ്ണെന്ന് പറഞ്ഞാൽ മനസ്സിനകത്ത് അങ്ങനെ കണക്കൂട്ടാൻ എളുപ്പമല്ല. 25,000 ലോറിയിൽ കയറുന്ന കണ്ടെയ്നറുകൾ ഒറ്റ കപ്പലിൽ കയറുന്നതാണ് ഈ 3 ലക്ഷം ടൺ. അത്രയും വലിയ കപ്പലെടുക്കുന്ന തുറമുഖം വിഴിഞ്ഞത്ത് വന്നതും ഇതുപോലെ സംസ്ഥാന സർക്കാർ എടുത്തതാണ്. ഇതുപോലെ പദ്ധതികൾ ഭാഗമാണ്. അപ്പൊ ഇവിടെ കിഫ്ബി പദ്ധതിക്കകത്ത് ഇങ്ങനെയാണ് കാഴ്ചപ്പാട്. കിഫ്ബി ഉപയോഗിച്ച് ഇതിന്റെ കാര്യം വന്നപ്പോ, ഇത്തരം കാര്യങ്ങൾ വന്നപ്പോ ഈ സമയത്ത് ഒരു പുതിയ തീരുമാനം വന്നു. ഒന്നാം സംസ്ഥാനത്ത് കിഫ്ബി കോടി രൂപയുടെ പദ്ധതി പ്രഖ്യാപിച്ചു. അന്ന് സംസ്ഥാനത്തിന്റെ ഖജനാവിലെ ഓരോ വർഷത്തെയും കണക്കിപ്പെടില്ല, പ്ലാനിപ്പെടില്ല. ഇപ്പൊ എന്താ ചെയ്യുന്നതെന്നറിയോ?
അത് കടമായിട്ട് എക്സ്ട്രാ കടമായിട്ട് വരുന്നില്ല. സംസ്ഥാനത്തിന്റെ ഓരോ വർഷത്തെയും ബഡ്ജറ്റിനകത്ത് അത് കുറയ്ക്കും എന്ന് പറഞ്ഞാൽ പ്രത്യേകം അനുവദിക്കില്ല. പഴയതുപോലെ പ്ലാൻ ഫണ്ടിനകത്തേക്ക് കുറച്ചു. ഒരു വർഷം ശരാശരി 14 കോടി രൂപയാണ് സംസ്ഥാന സർക്കാർ ഇപ്പോൾ ഞാൻ ചുമതല ഏറ്റെടുത്തതിന് ശേഷമുള്ള അനുഭവം പറയാണ്. 10,000 കോടി രൂപ കിഫ്ബിയുടെ പേരിൽ പലതരത്തിൽ കുറയ്ക്കപ്പെടുകയാണ്. 4,710 കോടി രൂപയാണ് നേരത്തെ കിഫ്ബിയും പെൻഷൻ കമ്പനി എടുത്തതിന്റെ പേരിൽ ഈ വർഷത്തെ ബഡ്ജറ്റിൽ കുറച്ചേക്കുന്നത്, പ്ലാനിൽ കുറച്ചേക്കുന്നത്. പിന്നെ ബഡ്ജറ്റിൽ നിന്ന് 14,000 കോടി ഓരോ വർഷവും നമ്മൾ കൊടുക്കും മറ്റു പണം. അപ്പൊ ഇങ്ങനെ കുറച്ചിട്ടും പിണറായി വിജയൻ സർക്കാർ അവരുടെ പ്രവർത്തനം പുറകോട്ട് പോകുമെന്നാണ് ആരെങ്കിലും കരുതെങ്കിൽ ആ പുറകോട്ട് പോയില്ല എന്ന് മാത്രമല്ല, അതെല്ലാം ചെയ്തു തീർക്കുക എന്നുള്ള നിശ്ചയദാർഢ്യം നടപ്പിലാക്കുന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇവിടെ വരാൻ പോകുന്ന ഈ ടണൽ. ഇവിടുന്ന് കഴിഞ്ഞ് മേപ്പാടി കഴിഞ്ഞങ്ങ് വയനാട് ചെന്ന് കഴിഞ്ഞാൽ അവിടെ പുനരധിവാസ പ്രവർത്തനം നടക്കുന്നുണ്ടല്ലോ. എന്തെങ്കിലും ആ ദുരിതാശ്വാസത്തിന്റെ ഭാഗമായി നമുക്ക് കിട്ടിയിട്ടുണ്ടോ? ഇപ്പോഴും കിട്ടിയിട്ടുണ്ടോ? അതിനകത്ത് കേരളത്തിലെ MLA-മാരും MP-മാരും എല്ലാം ഒറ്റക്കെട്ടായിട്ട് തന്നെ പറയുന്നുണ്ട് ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. പക്ഷെ ബഡ്ജറ്റ് അവതരിപ്പിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു 750 കോടി രൂപ അവിടെ പുനരധിവാസ പാക്കേജിനായിട്ട് ഞങ്ങൾ മാറ്റിവെക്കുന്നു. അതിന് യാതൊരു തർക്കമില്ല. കിട്ടിയാലും കേന്ദ്രത്തിൽ നിന്ന് കിട്ടിയാലും ഇല്ലെങ്കിലും അവിടുത്തെ ആളുകളെ പുനരധിവസിപ്പിക്കുക തന്നെ ചെയ്യും. അങ്ങനെ ഞാൻ പണം മാറ്റിവെച്ച് 750 കോടി. ഞാനത് പറഞ്ഞു ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ കേരളത്തിന് മുന്നോട്ട് പോകാൻ പറ്റുമോ? ഇപ്പൊ റോഡുകൾ, എല്ലാ റോഡുകളും നല്ല റോഡുകളാണെന്ന് വെറുതെ നമ്മൾ പറയുന്നതല്ല. നിങ്ങൾ നോക്കിക്കോളൂ, നല്ല റോഡുകൾ, മറ്റു സൗകര്യങ്ങൾ, സ്കൂളുകൾ, ഗവേഷണത്തിന് വേണ്ടിയിട്ടുള്ള പ്രത്യേക കേന്ദ്രങ്ങൾ. ഇപ്പൊ നമ്മുടെ കോഴിക്കോട് ഓർഗൻ ട്രാൻസ്പ്ലാന്റിന് വേണ്ടി വലിയൊരു സ്ഥാപനം വരുന്നു. 500-600 കോടിയിലധികം വരും. ഈ ശരീരത്തെ ഇപ്പൊ നമുക്കറിയാം പഴയതുപോലല്ല. മനുഷ്യന്റെ മസ്തിഷ്ക മരണം സംഭവിച്ച ആ ശരീരത്തിൽ നിന്നും വിവിധ അവയവങ്ങൾ മാറ്റിവെക്കാം. അതിനുള്ള ഏറ്റവും ആധുനികമായ സംവിധാനം ഇവിടെ തുടങ്ങി വെച്ചു. അതിന്റെ പ്രവർത്തനം തുടങ്ങി വെച്ചു. അതിന്റെ നിർമ്മാണം നടക്കുകയാണ്. അവിടെ പുതിയ സംവിധാനം വരുന്നു. എല്ലാ സ്ഥലത്തെയും മെഡിക്കൽ കോളേജിൽ നിന്ന് സ്ഥിരമായി കോഴിക്കോട് നിന്ന് വരുന്ന ഒരു വാർത്തയുണ്ട്, സ്റ്റെന്റ് കിട്ടിയില്ല, സമരം നടക്കുന്നു. ശരിയാണ്, ചിലപ്പോൾ സ്റ്റെന്റ് കിട്ടാതിരുന്നിട്ടുണ്ടാവും. ഞാൻ ഇല്ലെന്നൊന്നും പറയുന്നില്ല. ധനകാര്യമന്ത്രി എന്നാലും ഇതിന്റെ എല്ലാ പ്രഷറും വരുന്നത് ഈ ധനകാര്യ വകുപ്പിലേക്കാണ്. എല്ലായിടത്തും വരുമല്ലോ. പക്ഷെ 20 വർഷം മുമ്പോ 15 വർഷം മുമ്പോ ഉണ്ടായിരുന്ന കേരളത്തിലെ ആശുപത്രിയിലും മരുന്ന് കിട്ടാതിരുന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ. ഇപ്പൊ ഇവിടുത്തെ ആശുപത്രി പോയാൽ, താമരശ്ശേരി പോയാൽ, അല്ലെങ്കിൽ കോഴിക്കോട് പോയാൽ മരുന്ന് കിട്ടാതിരുന്നത് പാരാസിറ്റമോളും ഇൻസുലിനും പെൻസിലിനും ആയിരുന്നു അന്ന്. പക്ഷെ ഇന്നിപ്പോ സ്റ്റെന്റ് കിട്ടിയില്ലെങ്കിൽ അതും വലിയ പരാതി പറയാവുന്ന ഒരു സ്ഥലമാണ് കേരളം. സ്റ്റെന്റിന് 1.5 ലക്ഷം രൂപ 2 ലക്ഷം രൂപ വരുന്ന ഹാർട്ടിന്റെ ഓപ്പറേഷൻ ഇടുന്ന ഏറ്റവും വിലയേറിയ സ്റ്റെന്റ് കിട്ടുന്നത് ഒരു അവകാശമാണ് എന്ന് അംഗീകരിപ്പിക്കുന്ന തരത്തിലേക്ക് കേരളത്തിൽ അത് നടപ്പിലാക്കിയ ഒരു സർക്കാരാ. അവിടെ ചിലപ്പോൾ ഒരാഴ്ച കൊണ്ട് താമസിക്കുന്നുണ്ടാവും. 42 ലക്ഷം കുടുംബങ്ങൾക്കാണ് 5 ലക്ഷം രൂപ വരെ ചികിത്സ കിട്ടുന്ന ഈ പദ്ധതി. ഇതുപോലെ ധാരാളം പദ്ധതികൾ നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി വെറും ടണലും റോഡും മാത്രമല്ല, ഓണം ഞാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എത്തിച്ചേരുകയാണ്. ഓണത്തിന്റെ മുമ്പിൽ നിങ്ങളുടെ എല്ലാം മുന്നേ സന്തോഷത്തോടെ ആത്മാഭിമാനത്തോടെ നിൽക്കാവുന്ന സ്ഥിതിയാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും. സാമൂഹ്യക്ഷേമ പെൻഷൻ 2 മാസത്തെ കിട്ടിയല്ലോ അല്ലേ? 2 മാസത്തെ സാമൂഹ്യക്ഷേമ നമ്മുടെ സർക്കാർ ജീവനക്കാർക്ക് DA 1 ഗഡു കൊടുത്തു. എല്ലാവർക്കും ക്ഷേമ പെൻഷൻ മാത്രമല്ല ബോണസും മറ്റ് ആനുകൂല്യങ്ങളും എല്ലാം നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞു. തൊഴിലുറപ്പ് തൊഴിലാളിക്കടക്കം 200 രൂപ വർധനയോടുകൂടി 1,200 രൂപ, അങ്ങനെ 20,000 കോടി രൂപ ഈ സമയത്ത് നമുക്ക് ചെലവാക്കാൻ പറ്റി. പ്രിയമുള്ളവരെ, വികസനത്തിന്റെ പുതിയ അധ്യായത്തിന് തുടക്കം കുറിക്കാൻ ആരാധ്യനായ മുഖ്യമന്ത്രി എത്തിക്കഴിഞ്ഞു. മുഖ്യമന്ത്രി ആദ്യം നിർവഹിക്കുന്നത് ശിലാഫലകത്തിന്റെ അനാച്ഛാദന. മുൻനിരയിലുള്ള ബഹുമാനികൾ ശിലാഫലകത്തിനരികിലെ, ബാക്കിയുള്ളവർ സ്റ്റേജിന്റെ മുൻവശത്തേക്ക് അണിചേർന്ന് നിൽക്കുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു.